ഹലോ, ഇന്നത്തെ ഒരു ട്രാവൽ വീഡിയോ ആണ്. ഇന്ന് നമ്മൾ പോകുന്നത് നമ്മുടെ വെട്ടുകാട് പള്ളിയിലാണ്. അവിടെ ഇപ്പോൾ പെരുന്നാൾ നടക്കുകയാണ്. അപ്പോൾ നമ്മൾ പോയതൊരു വൈകുന്നേരത്താണ് പോയത്. നല്ല തിരക്കുണ്ടായിരുന്നു. ഇപ്പം ജപമാല പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു പള്ളിയിലെ. സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഈ സമയമായിട്ടും നല്ല തിരക്കുണ്ടായിരുന്നു പള്ളിയിൽ. അപ്പോൾ അവിടെ ഒരു സൈഡിൽ ജപമാല പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല തിരക്കുകളുണ്ട്. പല മതത്തിൽപ്പെടുന്നവർ ഇവിടെ വന്ന് പ്രാർത്ഥിക്കാറുണ്ട്. ഒരു സന്ധ്യ മങ്ങിയ ഒരു ടൈം ആയതുകൊണ്ട് വലിയ വെയിലൊന്നും ഉണ്ടായിരുന്നില്ല. ഈ ഒരു സമയത്ത് അടിപൊളിയാണ് കേട്ടോ പള്ളി കാണാനായിട്ട്. ആ വെയിലൊരു താഴുന്ന സമയത്ത് ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. ഈ ഒരു പള്ളിക്ക് ഏകദേശം ഒരു 500 വർഷത്തോളം പഴക്കമുണ്ട്. ആദ്യമേ ഇതൊരു ചെറിയ പള്ളിയായിരുന്നു. അതിനുശേഷമാണ് ഈ ഒരു രീതിയിൽ മാറിയത്. അപ്പോൾ ഇപ്പോൾ ഒരു ഭാഗത്ത് പള്ളിയിൽ പ്രാർത്ഥനയുണ്ട്. അപ്പം നമ്മൾ പ്രാർത്ഥന കയറിയിട്ട് വരാം. പോലും സുഖപ്പെടുത്തി ആശ്വസിപ്പിച്ച രാജാവായ ക്രിസ്തുവേ, സംശയാതീതമായി വ്യാഖ്യാനങ്ങളും ജീവിത ദർശനങ്ങളും നൽകിയ രാജാവായ ക്രിസ്തുവേ, ലാസറിനെ ഉയർപ്പിച്ച മരണത്തിന്മേൽ വിജയം വിളംബരം ചെയ്ത രാജാവായ ക്രിസ്തുവേ. അപ്പം പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു. ഇറങ്ങിയപ്പം നമ്മുടെ പള്ളിയിലെ ലൈറ്റ് ഇട്ടിട്ടുണ്ട്. അടിപൊളിയാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു ലൈറ്റിംഗ് ഒക്കെ കാണാനായിട്ട്. നല്ല ആ സമയമായപ്പോൾ ഒരുപാട് ആളുകൾ വന്നു. ഒരുപാട് തിരക്കുണ്ടായിരുന്നു. എല്ലാം ഫുള്ള് മൊത്തത്തിൽ പള്ളിക്കകത്തും പുറത്തും അതുപോലെ തന്നെ ആ സൈഡിലും എല്ലാം വരുന്ന വഴിക്കും എല്ലാം ലൈറ്റിംഗ് ആയിരുന്നേ. നല്ലൊരു വൈബായിരുന്നു. പിന്നെ ഈ ഒരു സമയത്ത് ആ കടലിൻ്റെ ആ ഒരു കാറ്റും ഒക്കെ ആയിട്ട് നല്ല അടിപൊളിയായിരുന്നേ. അങ്ങനെ ഇവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തേ. നല്ല ഫോട്ടോയും വീഡിയോസും ഒക്കെ എടുത്തു. ഇതാണ് നമ്മുടെ പള്ളി കേട്ടോ. അടിപൊളിയാണ്. എന്തായാലും നിങ്ങൾ വരേണ്ട ഒരു സ്ഥലം കൂടിയാണ് ഈ പെരുന്നാളിന് പള്ളിയിൽ, നമ്മുടെ വെട്ടുകാട് പള്ളിയിൽ. ഇടയ്ക്കിടയ്ക്കൊക്കെ വരുന്ന ഒരു സ്ഥലം കൂടിയാണ് വെട്ടുകാട് പള്ളി. അപ്പോൾ നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്തതിന് ശേഷം ഒരു പാനിപ്പൂരി കഴിക്കാനായിട്ട് കയറിയേ. സത്യം പറയാമല്ലോ, വലിയ ടേസ്റ്റൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മുടെ നോർത്ത് ഇന്ത്യൻസ് ഉണ്ടാക്കുന്ന ആ ഒരു പാനിപ്പൂരിയുടെ ടേസ്റ്റൊന്നും ഇതിൻ്റെ പരിസരത്ത് പോലും വന്നിട്ടില്ല. ആ ഒരു ടേസ്റ്റ് എന്തോ വലിയ കൊള്ളത്തില്ലായിരുന്നു, രസമില്ലായിരുന്നു. അപ്പം ജസ്റ്റ് എന്തൊക്കെയോ സാധനങ്ങളൊക്കെ ഒഴിച്ച് തരുന്നുണ്ട്. കുറച്ച് സോസും കോൺഫ്ലെക്സും ഉള്ളിയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഒട്ടും ടേസ്റ്റ് ഇല്ലായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ചില്ല, അത് കളഞ്ഞുകയാണ് ചെയ്തത്. കുറേ അവിടെ ഇവിടെയൊക്കെ ഒരുപാട് സാധനങ്ങളും ഒക്കെ ഉണ്ട്. പലഹാരങ്ങളും അതുപോലെ തന്നെ നമ്മുടെ വളയമാലയും കടകളും ടോയ്സിൻ്റെ കടകളും ഒരുപാട് കടകളും കച്ചവടങ്ങളൊക്കെ ഒരുപാടുണ്ട്. ഈ സമയത്ത് എന്തായാലും നമ്മൾ വരേണ്ടതാണ്. പക്ഷേ ഞാൻ ലേറ്റ് ആയതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ഒരുപാട് നേരം അവിടെ നിന്നില്ല. നിൽക്കാനുള്ള ടൈമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ തിരിച്ച് പോവുകയാണ്. ടൈമില്ല, കുറച്ച് നേരം കൊണ്ട് നിൽക്കണമെന്നുണ്ടായിരുന്നു. കാര്യം അത്ര നല്ലൊരു വൈബാണ് ഈ ഒരു സമയത്ത്. പോകാനേ തോന്നിയില്ല. അത്ര അടിപൊളിയാണ് കേട്ടോ. ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പള്ളിയുടെ മുമ്പിൽ നിന്ന്. അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ തിരിച്ച് പോവുകയാണ്, ലേറ്റായി. അപ്പം നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഉടനെ തന്നെ അടുത്ത വീഡിയോ ആയിട്ട് വരാം. അപ്പം ഓക്കെ, ടാറ്റാ, ബൈ ബൈ. എല്ലാവർക്കും ഗുഡ് നൈറ്റ്.